നിങ്ങൾക്ക് കോൾ വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. എന്തോന്ന് പറഞ്ഞു? അവളെ ഇതുവരെ കാണുന്നില്ല എന്ന് പറഞ്ഞ്, നിത്യ കാണാനില്ല എന്ന് പറഞ്ഞ്. വെറുതെ മണ്ടത്തരം പറയല്ലേ. പരാതി കൊടുത്താലേ അത് വാർത്തയാവും, നാണക്കേടാവും. എനിക്ക് അതിനേക്കാളൊക്കെ വലുതാ എന്റെ നിത്യമോള്. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇതിലെന്തോ കുഴപ്പമുണ്ടെന്ന്. അപ്പൊ ആരും സമ്മതിച്ചില്ല. എല്ലാരും സ്വന്തം നിലയ്ക്ക് അങ്ങ് ന്യായീകരിക്കായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ ഒന്നും ആർക്കും പറയാനില്ലേ? നേരത്തെ അന്വേഷിക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് നിത്യ കണ്ടുപിടിക്കാൻ പറ്റിയേനെ. ഞങ്ങൾ അറിഞ്ഞു ഇത്രയും വൈകുമെന്ന്. നിങ്ങൾ നല്ലൊരു അമ്മയായിരുന്നെങ്കിൽ എന്റെ ഉള്ളിൽ തോന്നിയ പേടി നിങ്ങളുടെ ഉള്ളിലും തോന്നിയേനെ. നിങ്ങളൊരു നല്ല അമ്മയല്ല. ആരോടാ സംസാരിക്കുന്നത്? മാറിക്കണം അങ്ങോട്ട്. ഇവിടെ നിൽക്കുന്ന ഞങ്ങളുടെ 3 പേരുടെയും മുഖത്ത് സങ്കടം പേടിയും ഉണ്ട്. അതില്ലാത്ത നിന്റെ മുഖത്ത് മാത്രം. അത് നിങ്ങൾ പറഞ്ഞാൽ മതിയോ? ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞാൽ മാത്രം മതി. ഇവർക്ക് ഭ്രാന്താണ്. നിങ്ങൾ എന്ത് വേണേലും ചെയ്തു, പരാതി കൊടുക്കുവോ കൊടുക്കാതിരിക്കുകയോ എന്ത് വേണേലും അയക്കൂ. ഞാൻ പറയുന്നത് നീ പറയണ്ട. പറഞ്ഞാലും ഞാനത് കണക്കിലെടുക്കാനും പോകുന്നില്ല. കുട്ടിയെ എനിക്കറിയാം എന്ത് വേണമെന്ന്. ഇതെന്താ പാർവതി ഇവളിങ്ങനെ പെരുമാറുന്നേ? വേറെ ഷോയാ മുത്തശ്ശി. അവർക്ക് മാത്രമേ നിത്യയുടെ സ്നേഹമുള്ളെന്ന് വരുത്താനുള്ള അടവ. എന്നാലും അവള് പരാതി കൊടുക്കട്ടെ ശരത്തെ. രാത്രിയായില്ലേ, വൈകുന്തോറും അത് അപകടമാണ്. കരയല്ലേ അമ്മേ. എന്റെ നിത്യക്കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. അവൾ ഉടനെ വരും. ഞാനല്ലേ പറയുന്നേ. എന്താ ദേവിയെ? സിദ്ധു, നിത്യ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. നേരെ ഒരുപാടായല്ലോ. എവിടെ പോയെന്നറിയോ? കൂട്ടുകാരെ കാണാൻ പോകുന്ന അമ്മയോട് പറഞ്ഞത്. ഫോണിലാണെങ്കിൽ കിട്ടുന്നുമില്ല. ഞാനൊന്ന് അന്വേഷിക്കാം. അത് മാത്രം പോരെ സിദ്ധു, നമുക്കൊരു പരാതി കൊടുക്കണം പോലീസിൽ. അവർ തിരക്കട്ടെ. അല്ല, ശരത്ത് അവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ആ, അവനില്ലായിരുന്നെങ്കിൽ അവനെ സംശയിക്കായിരുന്നു. ഇതിപ്പോ എന്തായിരിക്കും കാരണം? ഇനി വല്ല അപകടം പറ്റിക്കാണോ? ഞാനും തന്നെ സംശയിക്കുന്നു. എന്തായാലും നിത്യെ കണ്ടുപിടിച്ചേ പറ്റൂ. സിദ്ധു ഒന്ന് സഹായിക്കൂ. ആ, പിന്നെന്താ, എന്റെ കൂടെ അനിയത്തിയല്ലേ നിത്യ. അവളെ കാണാതായ അത് എന്റെയും കൂടി വിഷമമല്ലേ? പോലീസിന് ഞാൻ വിവരം കൊടുത്തോളാം. അല്ലാതെ അന്വേഷിക്കാം. ദേവിക വിഷമിക്കാതിരിക്കുക. രാവിലെ തൊട്ട് മനസ്സിനൊരു സ്വസ്ഥതയില്ല സിദ്ധു. വലിയൊരു അപകടം വരാൻ പോകുന്നത് ഉള്ളിലിരുന്നവർ പറയുന്ന പോലെ തോന്നുക. അവൾക്കൊന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. ഒന്നും സംഭവിക്കില്ല ദേവികെ, സമാധാനമായിട്ടിരിക്കേ. എനിക്ക് വീട്ടില് ആകെയുള്ള ആശ്വാസം അവളെ സിദ്ധു. ഇന്ന് തന്നെ അവളെ കണ്ടുപിടിക്കണം. ഇപ്പൊ തന്നെ അതിനുള്ള ഏർപ്പാട് സിദ്ധു ചെയ്യണം. ചെയ്യാം. ഞാനങ്ങ് ഇറങ്ങി കഴിഞ്ഞു. താൻ അവളുടെ നമ്പർ എനിക്കൊന്ന് സെൻഡ് ചെയ്തേക്ക്. പോലീസിന് അത് കൊടുക്കാം. അവര് സൈബർ വിങ്ങിന് അത് ഹാൻഡ് ഓവർ ചെയ്തോളൂ. ഫോൺ അവസാനമായിട്ട് പ്രവർത്തിച്ച ടവർ ലൊക്കേഷൻ കിട്ടിയാലേ അത് വെച്ച് അന്വേഷിച്ചാൽ മതിയല്ലോ. എന്ത് ചെയ്താലും വേണ്ടില്ല, ഇന്ന് രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുൻപ്
നിത്യ ഇവിടെ തിരിച്ചെത്തണം. ദേവികെ പരാതി കൊടുത്തോ? അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓ എന്ന് വെച്ചാ അവനെ വിളിച്ച് പറഞ്ഞു നടത്തും സിദ്ധുവിനെ. അതെ, അതിനിപ്പോ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. ഞാനിവിടെ ഉള്ളപ്പോ നിത്യയുടെ കാര്യത്തിൽ ഒരുത്തിന് ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആ അത് ശരിയാ. ശരത്തുമോൻ പോയിക്കോളൂ സ്റ്റേഷനിലേക്ക്. മുത്തശ്ശിക്ക് ഇനി ഇവനൊന്നും മനസ്സിലായിട്ടില്ലേ? നിങ്ങളെ കൂടെ ഒരു വർത്താനം ഒന്നും പറയണ്ട. നിങ്ങളെക്കാളിൽ ആത്മാർത്ഥതയുണ്ട് എനിക്ക് ഈ വീട്ടിൽ ഓരോരുത്തരോടും. അതെന്തിനാ മോനെ ഇവളോട് പറയുന്നേ? ഇവൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ വീട്ടിലെ സ്വർണം കാണാതെ പോയി, അതിന്റെ പിന്നിലും ഇവളല്ലേ. ഇവളാണ് ഈ വീടിന്റെ ശാപം. ഇതിനുള്ള മറുപടി ഞാൻ ഇപ്പൊ പറയുന്നില്ല മുത്തശ്ശി. അതിനുള്ള സമയം ഇതല്ല. ഇവനെ സ്റ്റേഷനിലേക്ക് വിടരുതെന്ന എന്റെ അഭിപ്രായം. ഇവൻ അവിടെ എത്തിയ നിത്യെ കണ്ടുപിടിക്കാൻ പറ്റുന്ന എനിക്ക് സംശയമുണ്ട്. ഞങ്ങൾക്ക് ആ സംശയമുള്ളത് നിന്നെ കുറിച്ചാ മുത്തശ്ശി. ഇവൻ അന്വേഷിക്കുന്നതുകൊണ്ട് നിനക്കെന്താ കുഴപ്പം? എത്ര കൂടുതൽ പേര് അന്വേഷിക്കുന്നോ അത് നല്ലതല്ലേ. സിദ്ധുവിനെ പോലെ ഒന്നും അല്ല ഞാനേ വാക്ക് പറഞ്ഞ വാക്കാ. ഞാനിവിടെ ഇറങ്ങിയ നിത്യം കൊണ്ടേ തിരിച്ചു വരും. അവളെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി തരും. അങ്ങനെ ചെയ്ത് കാണിക്കണം മോനെ. ഞങ്ങൾക്ക് നിന്നെ മാത്രമേ വിശ്വാസമുള്ളൂ. ഇനി സമയം കളയണ്ട, വേഗം പോവാൻ നോക്ക്. സിദ്ധുവിനെ വിളിച്ച് പറഞ്ഞേ നീ അന്വേഷിക്കണ്ടെന്ന്. ഒരു കാട്ടിലെ 2 സിംഹം വേണ്ട. സിംഹോ? നീയോ? നീ വെറും കുറുനരിയാ. പോയിക്കോ, പോയി അന്വേഷിക്കേ. ആരന്വേഷിച്ചാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. എനിക്ക് വേണ്ടത് നിത്യമോളെ മാത്രം. അതൊക്കെ കിട്ടിക്കോളും. ശരത്ത് വിചാരിച്ച എന്താ നടക്കാത്തെ? ആദ്യം അവർക്ക് അറിയില്ലല്ലോ മുത്തശ്ശി. എല്ലാം എനിക്ക് അറിയാടാ ശരത്തെ. നീ സ്മാർട്ടായിപ്പോ, പക്ഷെ ഓവർ സ്മാർട്ട് ആവരുത്. നിന്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് കളഞ്ഞ. നീ വെറു ശിശുവ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നിനക്കെന്നോട് അസൂയാണെന്നറിയാം. എന്ത് ചെയ്യാം, എല്ലാ തവണയും ഭാഗ്യം എന്റെ കൂടെ തന്നെ. ഇത്തവണയും അതങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾ കണ്ടു, നിത്യം കൊണ്ട് വരാൻ പോകുന്നത് സിദ്ധു ആയിരിക്കില്ല, ഞാനായിരിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഈ ഞാൻ പോയിട്ട് വരാമേ.